വിണ്ണിൽ വെണ്ടാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ ഞാൻ കൊണ്ടുവന്ന ആളുകളൊക്കെ വിളിച്ചു. കാരണം എന്നെ അവർ സഹായിക്കുന്നു വിചാരിച്ചു. സഹായിക്കുന്ന ചില വേറെ ഒന്നുമല്ല, അവർ വരുമ്പോൾ അത് ഒരു വലിയൊരു പ്രോഗ്രാമിൽ നടത്തണം. നല്ലൊരു സമയത്ത് എല്ലാവരും നമ്മളെ അടുത്ത് കൂടും. പക്ഷേ അങ്ങനെ ഒരു വീഴ്ച വരുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഞാൻ 2-3 ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. അന്ന് ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഭയങ്കര വിഷമമുണ്ട് എനിക്കത്. പക്ഷെ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പറഞ്ഞു പോയതാണ്. കലാഭവമണിക്ക് വേണ്ടിയിട്ട് കരിമാടിക്കുട്ടനിൽ കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ അതെങ്ങനെയാണ്? അത് കൊടുങ്ങല്ലൂർ ഭരണിന്റെ മനസ്സിനകത്ത് ചിന്തിച്ചു. അതിനകത്ത് ആളുകൾ ഇങ്ങനെ തന്നാരോ അപ്പോ അത് എന്റേതായ സ്റ്റൈലിൽ ഞാനത് കുറേ വർഷങ്ങളോളം 5-6 സിനിമകളുടെ പാട്ടുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി. ഓരോരുത്തർ റെക്കോർഡ് ചെയ്യുന്നു, ഓരോരുത്തർ വോയിസ് മിക്സ് ചെയ്യുന്നു, ഓരോരുത്തർ ലിറിക്സ് അടുത്ത പഠന ലിറിക്സ് എഴുതാൻ വന്നിട്ടുണ്ട്, ചിലർ കീബോർഡ് പ്രോഗ്രാമിങ് വന്നു. അങ്ങനെ എല്ലാം തിരക്കായിരുന്നു. 48 മണിക്കൂർ ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീഴ്ചകൾ. ഈ സ്വരകന്യകമാരുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന വേറൊരു പാട്ടുണ്ട്. സ്വരജതി പാടും പൈങ്കിളേ മനസ്സിൻ തീരിക്കടവിലെ താമരപ്പെൺ പൂവേ. എല്ലാം അറിയാതെ നീൾമിഴിയായിരുന്നു, അതായത് നീളമുള്ള മിഴിയോട് കൂടിയവൾ എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയത്. പാടിക്കുന്ന സമയത്ത് ലിറിക്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ദാസറിന്റെ ബൂത്തിലായിരുന്നു. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടുപ്പുകൾ അറിയുന്നു എന്ന് പറയുമ്പോ അങ്ങനെ 4 വരി ഉണ്ടാക്കി. അങ്ങനെ കൈതപ്പുറം ഒരു ആദ്യം ലിറിക്സ് വന്നു, എഴുതി. ദരദം ദം പഞ്ച് കിട്ടിയില്ല. ശിവദം ശിവനാമം അതെങ്ങനെയുണ്ട്? ഇതാ വേണ്ടത്. ശിവദം ശിവനാമം സഫലമീ ജീവിതം പ്രേമപൂർണം. ഭയങ്കര രസമുണ്ട് കേട്ടോ. കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഒരു മൂഡ് പിടിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എനിക്കും ഒരു നാവുണ്ടെങ്കിൽ ചേട്ടൻ പാടി, അസ്ലായി പാടി, മോഹൻലാൽ ഒരു ആവറേജാണ് പാടിയത്. പക്ഷെ അത് പടത്തിന് ഭയങ്കരം ഫീൽ ഉണ്ടാക്കിയത്. ഹായ് സാർ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പോൾ ഒത്തിരി താരാട്ട് പാട്ടുകൾ, ഇപ്പോൾ ഉണ്ണി വാവാവോ, പിന്നെ രാരി രാരിരം രാരോ, അതേപോലെ കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിന് മിന്നാ മിന്നിവ. അതെ, അത് 2 ONV കുറുപ്പ് സാറിന്റെയാണ്, 1 കൈതപ്പുറത്തിന്റെയാണ്. അതെ. പക്ഷേ ഈ രാരി രാരിരം രാരോ സാറിന്റെ ആദ്യത്തെ ചിത്രമാണ് ശരിക്കും. രഘുനാഥ് പലേരി സംവിധാനം ചെയ്ത പുള്ളിയുടെ ആദ്യത്തെ സംരംഭമാണ്. നിങ്ങൾ 6 പേര് ശരിക്കും ആദ്യത്തേതായിരുന്നു. അതായത് വേണുഗോപാൽ ആദ്യത്തേതായിരുന്നു, അതേപോലെ ഗീതു മോഹൻദാസ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രമായിരുന്നു. അതിന്റെ ആർട്ട് ഡയറക്ടർ ആദ്യമായിട്ട്, ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോയ ഒരാളും കൂടെ അതിനകത്ത് ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പൂർണിമ ഇന്ദ്രിയത്ത് ശരിക്കും ആ പടത്തിനകത്തുണ്ട്. ഗീതു മോഹൻദാസിന്റെ ക്യാരക്ടർ പോകുന്ന സ്ഥലത്തെ സ്റ്റുഡന്റ് ആയിരുന്നു, സ്റ്റുഡൻസിൽ ഒരാൾ. അങ്ങനെ ഒരു വിവരം കൂടെ ഉണ്ട് അതിനകത്ത്. ഇന്നിപ്പോ പൂർണിമ ഇന്ദ്രിയത്ത് വളരെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി മാറി. പക്ഷെ അന്ന് ഒരു ആർട്ടിസ്റ്റ് ആയിട്ടല്ല വന്നത്, ആ കുട്ടി പോകുന്ന സ്ഥലത്ത് പഠിക്കുന്ന ഒരാളായിട്ടാണ് പൂർണിമ. അങ്ങനെയും കൂടെ അന്നത്തെ കുട്ടികളൊക്കെ ഓർമ്മയുണ്ടോ? മറ്റു കൊച്ചിനും ഓർമ്മയുണ്ട്, നമ്മളെ ഗീതുവിന് ഓർമ്മയുണ്ട്. സാർ, ഇപ്പോ ഈ പടത്തിന് വേണ്ടിയിട്ട് ശരിക്കും മ്യൂസിക് ചെയ്യുന്നത് സാറിന് കൃത്യമായിട്ട് ഒരു മ്യൂസിക് ഡയറക്ഷനിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു, ഒരു കോൺഫിഡൻസ് ഇല്ലാതിരുന്ന സമയത്താണ്. എന്നാൽ ഇന്നലെ പോലെയുള്ള പത്മരാജൻ സാറിന്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വായിച്ചിട്ടുണ്ടായിരുന്ന സമയത്തായിരുന്നു ഇത് വരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് എത്തുമ്പോൾ ആ എത്തിയതിൻ്റെ പിന്നിൽ ടി കെ രാജീവ് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു, ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു.
എന്നിട്ട് ആദ്യം ഇത് വായിച്ചു കഴിഞ്ഞിട്ടാണ് സാറ് ശരിക്കും റിയലൈസ് ചെയ്യുന്നത് അതെ എനിക്കിത് കഴിയുമെന്നുള്ളത്. അതെ. ആദ്യമായിട്ട് ആ ഹോട്ടലിൽ പോയിരിക്കുമ്പോൾ ഉള്ള മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് പറയാമോ? ആക്ച്വലി ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടർ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അന്ന് സിത്താര മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട് ട്രിവാൻഡ്രത്ത്. അന്ന് ഞാൻ യേശുദാസ് സാറിൻ്റെ സ്കൂളിൽ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം സിത്താരയുടെ പ്രോഗ്രാം സമയത്ത് നമ്മുടെ രാജീവ് കുമാർ, TK രാജീവ് കുമാർ, അദ്ദേഹം മിമിക്രൊക്കെ പറയാൻ വേണ്ടി വരുമായിരുന്നു. ഒരു 2-4 പേരുണ്ട്. അങ്ങനെ എൻ്റെ ഈ കഴിവും കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ പലർക്കും അസിസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ രാഘവ് മാഷ്, അങ്ങനെ പല അന്നത്തെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ, അന്നല്ല ഇന്നും വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ ഞാൻ അസിസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് രാജീവ് കുമാർ നവോദയയിൽ എന്നെ പറ്റി പറയുകയും ഞാൻ അവിടെ പോവുകയും ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത്ര ഇൻട്രസ്റ്റ് എടുത്തില്ല. ഞാൻ ഈ ഗാനമേളയുടെ ആ മൂഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ എടാ നമ്മൾ ഇവിടെ നവോദയ വരെ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഒരു ദിവസം ഫ്രീ ആണ് ദിവസം വരാമെന്ന് പറഞ്ഞു. കുറച്ച് അന്ന് അങ്ങനെ എനിക്കിതിന് വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാജീവ് കുമാർ 2-3 പ്രാവശ്യം അവിടെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ പിന്നെ അവിടെ പോയപ്പോൾ ശേഖറുണ്ട്, പിന്നെ ജിജോ സാറുണ്ട്, ജോസ് മോനുണ്ട്, അപ്പച്ചൻ സാറിൻ്റെ മക്കളാണല്ലോ ഇവരൊക്കെ, പിന്നെ ശേഖർ, അങ്ങനെ ആരൊക്കെയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ പാവത്താനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അന്ന് എനിക്ക് 22-23 വയസ്സുള്ളൂ. അപ്പോൾ ജിജോ സാർ പറഞ്ഞു, ഒരെണ്ണം ഒരു ലലബി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. പിന്നെ എനിക്കറിയില്ല, ഞാൻ പലർക്കും ഇങ്ങനെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യും എന്നല്ലാതെ പാട്ടുണ്ടാക്കി പരിചയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ താങ്കൾ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു AC റൂമൊക്കെ എടുത്ത് തന്നു. അന്ന് ആദ്യമായിട്ട് AC റൂമിൽ കയറുന്നത്, അതിൻ്റെ ഒരു സുഖം കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ കമ്പോസിങ് തുടങ്ങി. അപ്പോൾ അമ്മാൻ എന്ന് പറഞ്ഞൊരു ചേട്ടനെ പോലെ കരുതുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അയാളൊരുപാട് ഹിന്ദി പാട്ടുകളൊക്കെ പാടുന്ന കക്ഷി. അപ്പോൾ എന്നെ കുറേ ഹിന്ദി പാട്ടുകളൊക്കെ കേൾപ്പിച്ചു, കുറേ കാസറ്റൊക്കെ വാങ്ങിച്ചതൊക്കെ കേൾപ്പിച്ചു. പിന്നെ രാജകുമാർ എന്തല്ലോ എന്താ പറയുക, ഇത് എങ്ങനെയെങ്കിലും എന്നെ ഇതിനകത്ത് കുത്തിക്കയറ്റണം എന്നുള്ള അവസ്ഥയിലാണ് രാജീവ് കുമാർ. അപ്പോൾ രാജീവ് കുമാറും ഇതുപോലെ പല വെസ്റ്റേൺ പാട്ടുകളും അങ്ങനെ പല പഴയ പാട്ടുകളൊക്കെ കേൾപ്പിച്ചു തന്നു. അതൊക്കെ കേട്ട് പിന്നെ ഞാൻ എങ്ങനെയോ ഉണ്ടാക്കി പോയതാണ് ഈ പാട്ട്, രാരി രാരിരം എന്ന പാട്ട്. അതിന് തൊട്ട് മുമ്പ് ഒരു സാറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ രാരി രാര്യത്തിന് മുമ്പ്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് രാരി ഉണ്ടാക്കിയത്. അത് അതിന് മുന്നുണ്ടാക്കിയ പാട്ട് പിന്നെ സത്യേട്ടൻ്റെ കുടുംബ പുരാണം എന്ന പടത്തിലേക്ക് ഞാനത് ഉപയോഗിച്ചു. അതിങ്ങനെയാണ്, ആ ട്യൂൺ ഇങ്ങനെയാണ്. താലോലം താനെ താരാട്ടും പൂങ്കാറ്റും ചായുറങ്ങുമ്പോൾ വേറെ എന്നൊരു ട്യൂണാണ്. അപ്പോൾ ഇത് ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് കുഴപ്പമില്ല, അത് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരവസ്ഥ അവരിലേക്ക് വന്നത്. അതിനുശേഷമാണ് വേറൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ രാരി രാരിരം എന്ന സംഗീത സംവിധാനമാക്കിയ പാട്ട്. രാരി രാരിരം രാരോ പാടി രാക്കിളി പാടി പൂമിഴികൾ പൂട്ടിമല്ലേ നീയുറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ വിണ്ണിൽ വെണ്ടാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തോ രാരി രാരിരം രാരോ. ഈ പാട്ടും സിനിമയുമായിട്ട് വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല 1 മുതൽ 0 വരെ. അതായത് ആ ഫോൺ കോൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന മനസ്സോട് ഇരിക്കുമ്പോൾ ഈ പാട്ടുകളും ആ ഫോൺ കോളും അവരുടെ വർത്താനവും ആ കുഞ്ഞിൻ്റെ ഒരു മനസ്സോടുകൂടി നമ്മൾ കണ്ടിരുന്നൊരു രഘുനാഥ് പലേരിയുടെ ഏറ്റവും ഹിറ്റായിട്ടുള്ള, ഇല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ONV കുറുപ്പ് സാറ് താങ്കളൊരു പുതിയ ആളാണെന്ന് അറിഞ്ഞിട്ടും ഇവരെല്ലാവരും പറഞ്ഞിട്ട് എഴുതാമെന്ന് സമ്മതിക്കുന്നുണ്ട് അതിനകത്തേക്ക്. ഞാൻ ആ അസാധ്യമായ വരികളും കിട്ടി എന്നുള്ളത് ഒരു ഭാഗ്യവും കൂടെയാണ്. എനിക്ക് ആ വരികൾ കൊണ്ടാണ് ഈ പാട്ട് രക്ഷപ്പെട്ടത്. ഇപ്പോൾ വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇത്രയും
ഫേമസ് ആവില്ല. അത് ആ പടത്തിൽ ആ സിറ്റുവേഷനായിട്ട് ഭയങ്കര ആപ്റ്റാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും ONV സാറും ഇരുന്നു, ഞാൻ ട്യൂൺ പറഞ്ഞെടുത്തു, അദ്ദേഹം അത് എഴുതി, മോനെ ഇതൊന്നും പാടിവെക്ക്, ചില കല്ലുകടികളൊക്കെ വരുമ്പം സാർ ഇതൊന്നും അങ്ങനെ പറയാൻ പേടിയുണ്ട്, എങ്കിലും ഇതൊന്നും അത്ര ശരിയാവാത്ത പോലെ പാടുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെയാണ്. ആണോ, ഏത് വാക്കാ, ഇങ്ങനെ വാക്ക്, അപ്പം എങ്ങനെയുണ്ട്, അപ്പോൾ ഓക്കെയാണ് സാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഒരു അനിയനെ പോലെയാണ് അദ്ദേഹം എന്നോട് പെരുമാറിയിരുന്നത്. ഭയങ്കര വാത്സല്യത്തോടു കൂടിയായിരുന്നു പെരുമാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടും വളരെ നന്നായത്. പിന്നീട് ഒരുപാട് പാട്ടുകൾ, നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്നുള്ള പാട്ട് ഉൾപ്പെടെയുള്ള പാട്ട് നീൾമിഴി എന്നാണ് സാർ എഴുതിയത്, പക്ഷേ അത് പാടിയപ്പോൾ നീർമിഴി എന്നായി പോവാനുണ്ടായിരുന്നത്. ഇക്കാലഘട്ടത്തിൽ ONV കുറുപ്പ് സാർ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീൾമിഴിയായിരുന്നു, അതായത് നീളമുള്ള മിഴിയോട് കൂടിയവൾ എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയത്, പക്ഷേ അത് നീർമിഴി എന്നാണ് ദാസാർ പാടിയതെന്നുള്ളത്. ആ കാലഘട്ടത്തിൽ ആ സമയത്ത് സ്റ്റുഡിയോയിൽ ശരിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, പറ്റിപ്പോയത് ONV സാറ് എഴുതിയ വരികൾ, പിന്നെ അത് വെച്ച് ദാസാറിന് പാട്ട് പറഞ്ഞു കൊടുത്തു. ഇതുപോലെ ഹാർമോണിയം വെച്ച് ദാസാർ പാട്ടൊക്കെ പഠിച്ച്, അപ്പോൾ പോണ സമയത്ത് ലിറിക്കും കൂടെ അദ്ദേഹം കൊണ്ടുപോയി. എൻ്റെ അടുത്ത് പാടിക്കുന്ന സമയത്ത് ലിറിക്സ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ദാസാറിൻ്റെ ബൂത്തിലായിരുന്നത്. അത് പാടി വന്നപ്പോൾ എന്നുള്ളത് നീറായിപ്പോയി. അപ്പോഴേക്കും ONV സാറ് ടേക്ക് സമയത്ത് ONV സാർ ഉണ്ടായിരുന്നില്ല. പിന്നെ പാട്ട് കഴിഞ്ഞ് കേൾക്കുന്ന സമയത്ത് ദാസാർ പിന്നെ തരങ്കണി സ്റ്റുഡിയോയിൽ, ട്രിവാൻഡ്രത്തുള്ള തരങ്കണി സ്റ്റുഡിയോയിലായിരുന്നു പാട്ട് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ ONV സാർ വന്നപ്പോൾ പുള്ളിക്ക് ആദ്യം ഒരു വല്ലാത്തൊരു അവസ്ഥ തോന്നി. പിന്നെ ലെനിൻ ചേട്ടനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഈ അദ്ദേഹം പാടിയ സുഖത്തിൽ നമ്മളങ്ങനെ ഇരുന്ന് പോയി, വേറെ ഏതോ ലോകത്ത് പോയി. അങ്ങനെ അയ്യോ മോനെ നീൾമിഴിപ്പീലി എന്നായിരുന്നല്ലോ. അപ്പോൾ പിന്നെ പറഞ്ഞു അത് ഭയങ്കരമായിട്ട് പാടിയിട്ടുണ്ട്, ഇനി അത് മാറ്റിയാൽ ചിലപ്പോൾ ഈ ഫീല് എന്തെങ്കിലും കാരണവശാൽ വേറൊരു മൂടായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളത് മിണ്ടിയില്ല. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടുപ്പുകൾ അറിയുന്നു എന്ന് പറയുമ്പോൾ ഓഹോ ആ സാധനം വരും. അതെ അതെ അതെ, കിടിലാണ് സാറേ. അതിൻ്റെ ഇടയ്ക്കുള്ള വരികളൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അലിഞ്ഞിരുന്നു പോകും. ഈ കാലഘട്ടത്തിലും ഈ ആവർത്തിച്ച് കേൾക്കുന്ന പാട്ടുകളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാറിൻ്റെ പാട്ടുകളിൽ പല ടൈപ്പ് ഓഫ് പാട്ടുകളുണ്ട്. ബഹളം ഉണ്ടാക്കുന്ന പാട്ടുകളുണ്ട്, ബഹളം ഇല്ലാത്ത മെലഡികളുണ്ട്, അത്രയും ശക്തമായിട്ട് വരിയെ തന്നെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്ന പാട്ടുകളുണ്ട്. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്ന പാട്ടുകളിലൊന്നാണ്. ഒരുപക്ഷെ രാരീരാരീരത്തെക്കാളും കൂടുതൽ ഈ നീൾമിഴിപ്പീലി നിലനിൽക്കുമെന്നാണ് കരുതുന്നത്. സാർ അതിൻ്റെ ഇടയ്ക്കുള്ളത് ഓർമ്മയുണ്ടോ സാറിനിപ്പോൾ? ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു അത് ആക്ച്വലി നമ്മൾ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് ആ മുകളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകും. ഒന്നും ഉണ്ടായിരുന്നില്ല എഴുതുമ്പോൾ. അപ്പം ഞാൻ അത് പാടി കമ്പോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയോ വന്നു സാധനം ആ മൂഡിനനുസരിച്ച്. അത് പക്ഷെ അതാണ് അതിനകത്ത് ഭയങ്കര ഒരു എന്താ പറയുക, ആ പാട്ടിന് കൂടുതലും ഭംഗി കൊടുത്തത്. നീൾമിഴിപ്പീലിയിൽ നീർമണിത്തുളുമ്പി നീ എന്നരികിൽ വന്നു, കണ്ണുനി തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഉറഞ്ഞനെ പോ വെറും മഞ്ഞനെ പോ. അങ്ങനെ എങ്ങനെയൊക്കെയോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് അത് ഗായകരെ പഠിപ്പിച്ച് റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നെ അത് മറക്കും. പിന്നെ നമ്മൾ അടുത്ത പടത്തിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഇത് തലയിൽ വെച്ചാൽ കുഴപ്പമാകും. അപ്പോൾ അത് വീണ്ടും ഫ്രഷ് ആയിട്ട് അടുത്ത പാട്ട് കമ്പോസ് ചെയ്യും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞുതരാം, ഒരു കുറേ വർഷങ്ങളോളം 5-6 സിനിമകളുടെ പാട്ടുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുത്തിൽ റെക്കോർഡ് ചെയ്യുന്നു, ഒരുത്തിൽ വോയിസ് മിക്സ് ചെയ്യുന്നു, ഒരുത്തിൽ ലിറിക്സ്, അടുത്ത പടത്തിന് ലിറിക്സ് എഴുതാൻ വന്നിട്ടുണ്ട്, ചിലർ കീബോർഡ് പ്രോഗ്രാമിങ് വന്നു. അങ്ങനെ എല്ലാം തിരക്കായിരുന്നു. 48 മണിക്കൂർ ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് പിന്നെ ദാസറിന് ഒരു പാട്ടുണ്ട് നമ്മുടെ വിനയേട്ടൻ്റെ പടത്തിൽ, എന്താ ആലിലക്കണ്ണ നിന്റെ മുരളികൾ കേൾക്കുന്ന ആ പാട്ട്. അത് റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞു. ദാസറിനെ കൊണ്ട് പാടാൻ ഞാൻ മദ്രാസിൽ പോയി. ദാസറിന് പാട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം ബൂത്തിനകത്ത് കയറി ഹെഡ്ഫോണൊക്കെ വെച്ചു. അപ്പം ഞാനോടി ഇരുന്നു. പതിയെ എൻ്റെ നാക്കെല്ലാം കുഴഞ്ഞു തുടങ്ങി, വിയർക്കാൻ തുടങ്ങി. അങ്ങനെ പുള്ളി 2 വരി പാടിയപ്പോൾ പെട്ടെന്ന് പുള്ളി, അപ്പോൾ എഞ്ചിനീയർ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഹെഡ്ഫോണൊക്കെ മാറ്റി, എന്താ മോനെ
അപ്പം എനിക്ക് പിന്നെ ബോധം ഇതായി കിടന്നു പോയി. അങ്ങനെ ദാസർ ഡോക്ടർക്ക് വിളിച്ചു കൊണ്ടുവന്ന് നോക്കുമ്പോൾ ക്ഷീണം കൊണ്ട് ഇത്രയും ദിവസങ്ങളോളം ഉറങ്ങാത്തതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ പാട്ടിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ പാട്ടുകളിലേക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ താരാട്ട് പാട്ടുകളിൽ പിന്നെ ഉണ്ണി വാവാവോ ആണ്, കൈതപ്ര സാറുമായിട്ടാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഹിറ്റുകളും കൂടുതൽ യൂസഫ് അലി കേച്ചേരിയെക്കാളും കൂടുതൽ ഹിറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നതും കൈതപ്രം സാറുമായിട്ടാണ്. കൈതപ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഭാവം മാറ്റി ചെയ്ത പാട്ടുകൾ, ഇപ്പോൾ എൻകരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി എന്ന് പറയുന്നത് അന്നത്തെ ഒരു ടോപ്പ് ഹിറ്റ് പാട്ടാണ്. അതെ അതെ അതെ. പക്ഷെ അപ്പോഴും വേറൊരു ട്രെൻഡും കൂടെ കൊണ്ടുവന്നു. ഈ അതിൽ തന്നെയുള്ള കമൽ സാറിന്റെ നമ്മളിൽ തന്നെയുള്ള ഒരു സാധനമാണ് സുഖമാണി നിലാവ്. അതൊരു വെസ്റ്റേൺ സ്റ്റൈലിൽ ഇന്ന് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഈ സുഖമാണി നിലാവിന്റെ സ്റ്റൈലാണ്. അതിനെ കുറച്ചുകൂടെ മാറ്റിയിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ തുടക്കമിടുന്നവരിൽ ഒരാളായിരുന്നു സാറ്. കൈതപ്രത്തിന്റെ ഒരു സാമീപ്യം ഇല്ലെങ്കിൽ കൈതപ്രവും യൂസഫ് അലി കേച്ചേരിയും ഒഴിച്ചു നിർത്തിയിട്ട് ഒരു മോഹൻ സിത്താര ഇല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഒന്നുകിൽ അതിൽ യൂസഫ് അലി കേച്ചേരി കേൾക്കും, നമ്മൾ ആകാശവാണി കേൾക്കുമ്പോൾ, ഇല്ലെങ്കിൽ അതിനകത്തൊരു കൈതപ്രം ഉണ്ടാവും. കൈതപ്ര സാറിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് മുന്നേ ഞാനും കൈതപ്രം ആയിട്ടുള്ള ബന്ധം, ഞാൻ തരങ്കണി പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൈതപ്രം ട്രിവാൻഡ്രത്ത് എടപ്പഴഞ്ഞി എന്ന സ്ഥലത്ത് പൂജാരിയാണ്. അങ്ങനെ ഞാൻ മലയ്ക്ക് പോകുമ്പോഴൊക്കെ ഇദ്ദേഹമാണ് എനിക്ക് കെട്ടി നിറച്ച് തരാറ്. പിന്നെ റേഡിയോ സ്റ്റേഷനിൽ ചിത്ര, MG ശ്രീകുമാർ, കൈതപ്രം കോർസ് പാടുന്ന ആളാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ നമ്മുടെ ശ്രീനിവാസൻ, ആരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വയലിൻ വായിക്കാൻ പോകും. അപ്പോൾ രാധാകൃഷ്ണനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഉദയഭാനുചേട്ടനുണ്ടല്ലോ പഴയ ഗായകൻ, അദ്ദേഹം അവരൊക്കെ അവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ പാട്ടുകൾ ഞാനാണ് ഓർക്കസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അങ്ങനെയാണ് ആക്ച്വലി ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് കൈതപ്രം കോർസ് പാടാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ രാധാകൃഷ്ണനായിട്ട് മുന്നേ ഏതെങ്കിലും വരി, പക്ഷെ അത് ശരിയാവണില്ല. അങ്ങനെ ഒരു ദിവസം ഉണ്ടായതാ കൈതപ്രം, പിന്നെ കൈതപ്രത്തിനോട് രാധാകൃഷ്ണനായിട്ട് ഈ ഒരു പാട്ട് എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ കയ്യിൽ അന്ന് വല്ലപ്പോഴും സിഗരറ്റ് പിടിക്കുക. അപ്പോൾ ഒരു പാക്കറ്റ് ഉണ്ടാവും. അതിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ അദ്ദേഹം ഒരു 4 വരി ഒരു പാട്ടിൽ ഫുള്ളായിട്ട് എഴുതി അപ്പം തന്നെ രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത്. അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഞാനും കൈതപ്രം കൂടിയുള്ളത്. എന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും പെറ്റാണ്. ആ പാട്ട് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? സിഗരറ്റിന്റെ പാക്കറ്റിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ കേട്ട ഒരു 10-18 അല്ലെങ്കിൽ 19 വയസ്സുള്ള കാലഘട്ടത്താണ്. അത് എനിക്ക് പാട്ട് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ ഞാൻ കുടുംബ പുരാണം എന്ന് പറഞ്ഞ നമ്മുടെ സത്യേട്ടൻ്റെ പടത്തിൻ്റെ കമ്പോസിന് വേണ്ടി മദ്രാസിൽ പോയി. അപ്പോൾ സത്യേട്ടൻ പറഞ്ഞു നമ്മുടെ ലിറിക്സ് എഴുതുന്നത് കൈതപ്രാണെന്ന് പറഞ്ഞു. അപ്പം കൈതപ്രം എന്നുള്ള വാക്ക് ഞാൻ അദ്ദേഹത്തിനോട് പറയാറില്ല, അല്ല ഞങ്ങൾ വിളിക്കാറില്ല, തിരുമേനി എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയത്തൂല. അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു തോളിൽ സഞ്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തല കുരുക്കിക്കൊണ്ട് വരുന്നത്. അപ്പോഴും ഇദ്ദേഹമാണ് ഈ കൈതപ്രം എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് കെട്ടിപ്പിടിച്ച് പിന്നെ നമ്മൾ ഈ 2 പാട്ടുണ്ടായിരുന്നു അതിനകത്ത്, 2 പാട്ടും കമ്പോസ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൈതപ്രത്തിന് ഞാനൊരു ട്യൂൺ പറഞ്ഞു, ഒരു സിറ്റുവേഷൻ. അപ്പോൾ സിറ്റുവേഷൻ പറഞ്ഞ ഡയറക്റ്റ് അവിടെ നിന്ന് പോകില്ല. അപ്പോൾ ഞാനും കൈതപ്രത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊരു ട്യൂൺ ഉണ്ടാക്കും, അദ്ദേഹം ഒന്ന് എഴുതി വെക്കും. അപ്പോൾ അത്രയും ശരിയല്ലെങ്കിൽ കൈതപ്രത്തിനോട് പറയും, തിരുമേനി ഒരു എഴുതാൻ പറയും, ഒരു പാട്ട് എഴുതാൻ പറയും. അങ്ങനെ പുള്ളി അത് എഴുതും, അതും കമ്പോസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ പരസ്പരം കൊടുത്തും വാങ്ങിയാണ് നമ്മൾ ചെയ്തിരുന്നത്. അത് കാരണം തന്നെയാണ് ആ പാട്ടുകളൊക്കെ ഭയങ്കര ഒരു ലൈഫ് ഉണ്ടായിരുന്നത്. ചില പാട്ടുകൾ ഞാൻ ഓർത്തു പറയാം. ഏറ്റവും രസമായിട്ടുള്ളത് ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം അസാധ്യമായിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. എന്ന് വെച്ചാൽ ഞാനൊരു ഭക്തനല്ല, പക്ഷേ ഒരു ഭക്തി എന്താണെന്നും അതിൻ്റെ ഒരു ലഹരിയും നമ്മൾ ഉള്ളിൽ ഇങ്ങനെ അലിഞ്ഞിരിക്കില്ലേ, ആ സാധനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ എനിക്കിഷ്ടമുള്ളതാണ് സ്വരകന്യകമാർ വീണ മീട്ടുക എന്ന് പറയുന്ന പാട്ടില്ലേ, അതും ഇതുപോലെ നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത, അതിനോടൊപ്പം വെക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ്. അതേപോലെ എനിക്ക് ഫാസ്റ്റ് നമ്പറുകൾ ഇഷ്ടമാണ്. ഈ കുക്കു കുക്കു കുയിലേ എൻ്റെ കൈ നോക്കുമോ, ആ സാധനം ഇല്ലേ, അത് വേറെ സാധനമാണ്. അതേപോലെ ഈ ശിവദം കമ്പോസിങ്, അതിൻ്റെ കമ്പോസിങ് ബാംഗ്ലൂരായിരുന്നു. ദിനേഷ് എന്ന് പറഞ്ഞ ഡയറക്ടർ. അപ്പോൾ ഞാനും കൈതപ്രം കൂടെ ബാംഗ്ലൂരിൽ പോയി കമ്പോസിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി.
അപ്പോൾ ഈ ദിനേഷ് എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ഭയങ്കര സെൻസാണ്. ഉം. എനിക്ക് എന്താ വേണ്ടതെന്ന് പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം. ഉം. അപ്പം ഞാൻ ഒരു ട്യൂണിട്ട് അതും കുഴപ്പമില്ല, അതിന് ആപ്റ്റാണ്. ഉം. അപ്പം ഞാൻ വെറുതെ ദരദം ദരദാദിൻ ദരദാദിര ദര അങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ വെറുതെ മൂളി. അയ്യോ മോഹൻ ഇതൊക്കെയാണോടാ. ഉം. അങ്ങനെ ഞാൻ ട്യൂൺ ഉണ്ടാക്കി. അപ്പോൾ കൈതപ്പുറം തൊട്ടടുത്തുണ്ട്. കൈതപ്പുറത്ത് ഇങ്ങനെ നല്ല സൂചിച്ച് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണം. അങ്ങനെ 4 വരി ഉണ്ടാക്കി. അങ്ങനെ കൈതപ്പുറം ഒരു ആദ്യം ലിറിക്സ് വന്നു എഴുതി. പക്ഷെ അത് ഈ ദരദം ദം എൻ്റെ പഞ്ച് കിട്ടിയില്ല. ഉം. അപ്പം ഞാൻ പറഞ്ഞു ഒരു സാൻസ്ക്രിറ്റ് പോലത്തെ ഒരു മൂടുള്ള ലിറിക്കാണ് വെച്ചാൽ ഇത് ഭയങ്കര എടുപ്പായിരിക്കുന്നു. അങ്ങനെ പുള്ളി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ശിവദം ശിവനാമം അതെങ്ങനെയുണ്ട് ഇതാ വേണ്ടത്, അങ്ങനെ അത് ഫിക്സ് ചെയ്തതാണ്. അത് അതിമനോഹരമായി തിരുമേനി എഴുതി. കാരണം ആ പാട്ടിനെ ഈ പറഞ്ഞതുപോലെ ആ ലിറിക്ക് കൊണ്ടാണ് അത്രയും ഗംഭീരമായത്. അത് ദാസർ കലക്കിപ്പടി. അതിൻ്റെ ഒരു ഇതിന് ഞാൻ പറയാൻ പാടില്ലെന്ന് എനിക്ക് അറിയില്ല. ഇത് MG ശ്രീകുമാറിനെ കൊണ്ടാണ് അത് ആദ്യം പാടിച്ചത്. ശ്രീകുട്ടി അതിമനോഹരമായി പാടി. അപ്പം അതിൽ മുന്നേ ദാസറിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പം മോനെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര തിരക്കാണ്, നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് പാടാന്ന് പറഞ്ഞു. ഇത് ദിനേഷിനാണ് വെച്ചാൽ പിന്നെ ഷൂട്ടിന് ടൈമായി. അപ്പോൾ ലിപ്പുള്ളത് കൊണ്ട് ഇതെങ്ങനെയും വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ശ്രീകുട്ടനെ കൊണ്ട് പാടിപ്പിച്ചത്. നോക്കുമ്പോൾ ശ്രീകുട്ടനെ കൊണ്ട് പാടിച്ച് ഞാൻ പുറത്തോട്ട് വരുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ എടാ ഞാനാ ഇന്നിപ്പോൾ പാടാൻ നീ ഫ്രീ ആണോ ചോദിച്ചു. ഞാൻ ആക്കൊരു എന്താ ചെയ്യണമെന്നൊരു പിടി ഉണ്ടായില്ല. പിന്നെ ഞാൻ വീണ്ടും ശ്രീകുട്ടൻ്റെ ട്രാക്ക് മാറ്റി ഞാൻ ട്രാക്ക് പാടി. പിന്നെ അത് ദാസാർ അത് കേട്ടാണ് പാടിയത്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ശ്രീകുട്ടനും അറിയാതെ. അതെ അതെ. അതില് നല്ലൊരു വരിയുണ്ട്, സഫലമീ ജീവിതം പ്രേമപൂർവം. ഭയങ്കര രസമാണ് കേട്ടോ. ഇതേപോലെ അല്ല സാറിന് അറിയാമല്ലോ. പക്ഷെ നമ്മള് ബാത്റൂം സിംഗേഴ്സ് എങ്ങനെയാണ് അനുകരിക്കാൻ പറ്റുക? പക്ഷെ നമുക്ക് അനുകരിക്കാൻ തോന്നുന്ന ഒരു പാട്ടാണ്. എന്നിട്ട് പാർവതി ലോലമാം കരുണയാലേ എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര നമ്മൾ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ അലിഞ്ഞിരുന്ന് കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ്. ഇതല്ലാത്ത വേറൊരു മൂഡിലൊരു പാട്ടാണ്, തങ്ക മനസ്സിൻ തീലിക്കടവിലെ താമരപ്പെൺ പൂവേ. അറിയാതെ ആ കാലഘട്ടം ഇല്ലേ, നിങ്ങളുടെ കോമ്പോടെ കാലഘട്ടം, നമ്മൾ ഈ പാട്ടുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. ആ കാലഘട്ടത്തിലാണ് ഈ പാട്ട് വരുന്നത്. അതില് നമ്മളിങ്ങനെ ഒരു താളത്തിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന പാട്ടുകൾ നിങ്ങൾ തന്നിട്ടുണ്ട്. സുരേഷ് ഗോപി പടത്തിന്റെ പേര് ഓർമ്മ. അതെ അതെ അതെ. പിന്നെ ഇഷ്ടത്തിലെ പാട്ടുണ്ടല്ലോ, കണ്ടു കണ്ടു കണ്ടില്ല, ഹിറ്റായിരുന്നു അന്നത്തെ. അതിലെ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. ആ ഇഷ്ടം സിനിമ ചെയ്യുന്ന സമയമൊക്കെ ഓർമ്മയുണ്ടോ? അത് നമ്മുടെ തൃശ്ശൂരിലെ ചേതന സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. അത് പിന്നെ നമ്മുടെ ഡേവിഡ് കാച്ചുപള്ളിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അത് പിന്നെ സിബിയാണ്. അപ്പോൾ സിബിയുടെ ഏതൊക്കെ കുറേ പാട്ടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വീണമീട്ട് ആ പാട്ട് ആക്ച്വലി സബ്ജക്റ്റിനും അറിയില്ലല്ലോ അല്ലേ. ആ പാട്ട് ഹിസ്സൈന അബ്ദുള്ള എന്ന് പറഞ്ഞ പടം ഞാൻ റീ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് മോഹൻലാലിൻ്റെ അമ്മയായിട്ടാണ് നമ്മുടെ കബീർ പനമ്മ. അപ്പോൾ ഈ മകനെ കാണുമ്പോൾ അമ്മയുടെ ഒരു വാത്സല്യത്തിൻ്റെ ഒരു തീം മ്യൂസിക് ഞാൻ കൊടുത്തിരുന്നു. അവർ 2 പേരും സംസാരിക്കുമ്പോഴും വടക്ക് കൂടുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഒക്കെ ഈ മ്യൂസിക്കാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ സാന്ത്വനം എന്ന പടത്തിന് കമ്പോസിങ് ടൈമിൽ എന്നോട് പറഞ്ഞു, മോഹൻ നമ്മുടെ ഹിസൈന സുബ്ദുള്ളിലെ തീം ഓർമ്മയുണ്ടോ ചോദിച്ചു. അങ്ങനെ ചെകഞ്ഞെടുത്ത ട്യൂണാണ് പിന്നെ അത് പാട്ടായി മാറിയത്. അത് ചിത്ര മനോഹരമായി പാടും ചെയ്തു. സിറ്റുവേഷനൊക്കെ എന്തൊരു ആപ്റ്റാന്ന് അറിയുന്നത്. ഇഷ്ടത്തിലെ പാട്ട് കണ്ടു കണ്ടു കണ്ടില്ല. അപ്പോൾ എന്നോട് സിബി പറഞ്ഞു, മോഹൻ വളരെ സിമ്പിളായിരുന്നു. പാട്ടും അതേപോലെ ഹിറ്റായിരുന്നു. കാണുമ്പോ പറയാമോ കരളിലെ അനുരാഗം എന്ന് പറയുന്ന പാട്ടും ഹിറ്റായിരുന്നു. ഇത് പറയൂ. സിബി പറഞ്ഞു, മോഹൻ വളരെ സിമ്പിളായിരിക്കണം, കൊച്ചു കുട്ടികൾക്ക് പോലും പാടാൻ പറ്റുന്ന കാക്കേ കാക്കേ കൂടെ ഇവിടെ, അതുപോലത്തെ ഒരു പാട്ട് നമുക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തട്ട 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 അങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷെ അത് എന്തോ ഹിറ്റായി മാറിയത്.